ചിട്ടോടും കൂടിയിട്ട് സി വി എങ്ങനെ ചെയ്യണമെന്ന് ഇപ്പോഴും അറിയില്ല ആൾക്കാർക്ക്. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ അതിനെപ്പറ്റി ഓരോരോ വീഡിയോ ചെയ്യും. അപ്പോൾ ഓരോ കാറ്റഗറിയിലോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓരോരോ വീഡിയോസ് എനിക്ക് കുറച്ച് വീഡിയോസും ആവും, വീഡിയോസിന്റെ കളക്ഷനും ആവും. നിങ്ങൾക്കാണെന്നെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും സി വി ആണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ആണെന്നെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ട് ഒരു ഇൻഡസ്ട്രിയൽ നേഴ്സിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് എങ്ങനെയാണ് നിങ്ങളുടെ സി വി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പം ഇപ്പം അസ്യൂം ചെയ്യുക യു ആർ ഐ സി നേഴ്സ്. ഓക്കെ, നിങ്ങളൊരു ഐ സി നേഴ്സാണ്, നിങ്ങൾക്ക് ഐ സി വർക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത്, ഇപ്പം വേക്കൻസി വന്നേക്കുന്നത് ഒരു കൺസ്ട്രക്ഷൻ മാനേജറായിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് നിങ്ങൾക്ക് സി വി അയച്ചു കൊടുക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സി വി എടുത്ത് വെച്ച് ഫ്രണ്ടിൽ വെച്ചിട്ട് അത് വായിച്ചു നോക്കുന്നത് ഒരു മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള ഒരാളല്ല, ഒരു HSC മാനേജറാണ്, സേഫ്റ്റി ഓഫീസറാണ്, അല്ലെ സേഫ്റ്റിയെ പറ്റി അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് ICUവിൽ നിങ്ങൾ എന്തൊക്കെ വർക്കാണ് ചെയ്യുന്നതിനെ പറ്റി വലിയ ഐഡിയാസ് ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് അയാൾക്കറിയാം. ഓക്കെ, അപ്പോൾ അതാണ് അയാൾ സി വി നോക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് സി വിനെ സെറ്റ് ചെയ്യാന്നുള്ളതിനെ പറ്റി നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രൊഫഷണൽ ലേഔട്ടിനകത്ത് നിങ്ങൾ നേരെ പോയിട്ട് ഹെഡിങ് പോയിട്ട് ICU നേഴ്സാണെന്നോ, അല്ലെങ്കിൽ നിങ്ങളൊരു അനസ്തെറ്റിക് ടെക്നീഷ്യൻ ആണെന്നോ, OT നേഴ്സാണെന്നോ എന്നൊന്നും പോയിട്ട് എഴുതരുത്. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന നിങ്ങളുടെ ഫുൾ നെയിം, നിങ്ങളുടെ ഹെഡർ വെക്കുക, മേളിൽ സിവിൽ മേളിൽ അതിൽ പോയിട്ട് നിങ്ങളുടെ ഫുൾ പേര് എഴുതുക, രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ വിത്ത് കൺട്രി കോഡ് എഴുതുക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, നിങ്ങളുടെ UAE എവിടുത്തെയാണോ ലൊക്കേഷൻ ഇത് കൊടുക്കുക. ഇതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ലൈസൻസ് ഉള്ളത്, DH, MOH, ഹാർഡ്, ഏത് ലൈസൻസ് ആണ് നിങ്ങൾക്കുള്ളത് അത് മെൻഷൻ ചെയ്യുക. അതിൻ്റെ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈസൻസ് നമ്പർ, അല്ലെങ്കിൽ നമ്മുടെ എലിജിബിലിറ്റി ലെറ്റർ നമ്പർ ആണെങ്കിൽ അത് എഴുതുക, അത് മെൻഷൻ ചെയ്യുക. ഇതിനുശേഷം നിങ്ങളുടെ നാഷണാലിറ്റി ഏതാണെന്നും കൂടി എഴുതുക. ഓപ്ഷനിലാണ്, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം താഴെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. അതിന് ഈ ഒരു കാര്യം തുടങ്ങുന്ന സാധനം ഉണ്ടല്ലോ, അതായത് ഞാൻ മേളിൽ പറഞ്ഞിട്ടുള്ള ഒരു ഹെഡറിനകത്ത് വരുന്ന സാധനം, അതിന് നമുക്ക് സിമ്പിൾ എക്സാമ്പിൾ ആയിട്ടാണെന്നെങ്കിൽ എഴുതാം. മേളിൽ ഇപ്പം ഫസ്റ്റ് പേര് കൊടുത്തു, ഇപ്പം എൻ്റെ പേര് ശരത് സോമൻ എന്ന് എഴുതി കൊടുത്തു. അതിന് തൊട്ട് താഴെയായിട്ടാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സ് ബാരിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ICU എമർജൻസി നേഴ്സ് എന്ന് എഴുതാം. പക്ഷേ നിങ്ങൾ എഴുതണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു ICUലോട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മാത്രം അത് എഴുതിയാൽ മതി. നിങ്ങളൊരു എമർജൻസി, നിങ്ങളൊരു ഒക്കുപേഷൻ നേഴ്സായിട്ടാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് മാത്രം എഴുതുക. അതിനുശേഷം ദുബായ് UAE താഴെ കൊടുക്കുക, നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID, താഴെ ആണെങ്കിൽ DH ലൈസൻസ്ഡ് നേഴ്സ് എന്ന് എഴുതുക. ഓക്കെ, അവിടെ നമുക്ക് ലൈസൻസ് നമ്പർ ഉണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്രൊഫഷണൽ സമ്മറി എന്ന് പറഞ്ഞിട്ട് ഇതിലോട്ട് വരും, അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ചിലർ എഴുതാറുണ്ട്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായിരിക്കും ഇപ്പം മേളിൽ നിങ്ങളുടെ പേര് ഹെഡിങ് കാര്യങ്ങളൊക്കെ വായിച്ചതിന് ശേഷം ആദ്യം വായിക്കുന്ന അതാണ്. അപ്പോൾ ഒരു ICU നേഴ്സായിട്ടുള്ളവർ പോയിട്ട് എഴുതുമ്പോഴത്തേക്കും എന്ത്, നിങ്ങൾ പോയിട്ട് ഐ ഹാവ് എക്സ്പീരിയൻസ് 10 year എക്സ്പീരിയൻസ് ഇൻ ICU എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതും. ഓക്കെ, നിങ്ങൾക്ക് 10 year ICU എക്സ്പീരിയൻസ് ഉണ്ട് അറിയാം, പക്ഷെ നിങ്ങൾ ICUയിൽ എന്താ ചെയ്യുന്ന കാര്യം ഈ HSC മാനേജർക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ട് ഞാനൊരു എക്സാമ്പിൾ ഞാൻ എഴുതി വെച്ചു, ഞാൻ വായിക്കാം. രജിസ്റ്റേർഡ് നേഴ്സ് വിത്ത് 6 year of ICU എക്സ്പീരിയൻസ് ആൻഡ് എക്സ്റ്റെൻസീവ് എക്സ്പെർട്ടൈസ് ഇൻ എമർജൻസി റെസ്പോൺസ്, trauma stabilization, critical care, ECG monitoring, ventilator management, medication administration and patient assessment, skilled in handling medical emergencies independently, providing first aid, occupational health support, health surveillance and emergency preparedness in high risk environments, seeking in industrial construction needs position where strong emergency care and critical thinking skills contribute to workplace safety and employee well-being. ഇതായിരിക്കണം നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ സമ്മറി ആയിട്ട് നിങ്ങളൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ട് നിങ്ങൾ നേഴ്സായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന് ശേഷം താഴോട്ട് വരുന്നതിനകത്താണെങ്കിൽ നിങ്ങൾ മിക്ക CVs ഞാൻ വായിച്ചപ്പോഴത്തേന് കൺട്രോളാണ്. കോർ കോമ്പറ്റൻസി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഗുഡ് കമ്മ്യൂണിക്കേഷൻ കഴിയും, അതാണ് എഴുതി വെക്കുന്നത്. നമ്മളൊരു എമർജൻസി നേഴ്സായിട്ടല്ലേ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് മെയിനായിട്ട് അവിടെ എന്താണ് നിങ്ങളുടെ കോർ കോമ്പറ്റൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കോർ സ്കില്ല് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എമർജൻസി കെയർ തന്നെ അവിടെ ആഡ് ചെയ്യുക. മനസ്സിലാവും, എമർജൻസി കെയർ കൊടുത്തു, അവിടെ ആഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട്, BLS, ACLS, ഓക്കെ, ട്രോമ അസസ്മെന്റ്, എമർജൻസി സ്റ്റെബിലൈസേഷൻ, CPR എഴുതി തരുമ്പോൾ കുഴപ്പമില്ല, ACLS BCLS വരും. പക്ഷേ നമ്മൾ വായിക്കുന്ന ചിലപ്പോൾ ഒരു HSC മാർക്ക് പറയണമല്ലോ, അപ്പം നമ്മൾ 100 സ്പെസിഫൈ ചെയ്തേക്കുക. CPR, AD ഓപ്പറേഷൻസ്,
ഓക്സിജൻ തെറാപ്പി, അതുപോലെ തന്നെ എയർവേ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് താവോട് നിങ്ങൾ വരുമ്പോഴത്തേക്കിന് നിങ്ങളുടെയാണെന്നെങ്കിൽ അടുത്ത നിങ്ങൾ നമ്മുടെ ICU സ്കില്ലിനെ പറ്റി നമ്മൾ മെൻഷൻ ചെയ്യണം. നമ്മുടെ ഇപ്പം എക്സ്പീരിയൻസ് എന്നുണ്ട് നമ്മൾ എഴുതും. എക്സ്പീരിയൻസ് നമ്മൾ എഴുതിയിട്ടാണ് ഇന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു എന്നുകൊണ്ട് എഴുതും. അതിന് താഴെ നമ്മൾ പോയിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണെങ്കിൽ നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് സംഭവം എഴുതണം. ആ റെസ്പോൺസിബിലിറ്റിക്കകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ICU ചെയ്യുന്നതാണ് നമ്മൾ സാറിന് എഴുതുന്നത്. അപ്പം ഇവിടെ നമ്മൾ കൂടുതൽ മെൻഷൻ ചെയ്ത് കൊടുക്കുക. മെഡിക്കൽ പ്രിപ്പയർനെസ്, ഫസ്റ്റ് എയ്ഡ് മാനേജ്മെന്റ്, ഡ്രസ്സിങ് എബിലിറ്റീസ്, ബാൻഡേഡിങ് ടെക്നിക്സ് എന്നൊക്കെ പറയാണ്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തി വേണം നമ്മൾ എഴുതാൻ വേണ്ടി. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല, അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കണം. നമ്മൾ CV-ക്കകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, അതാണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? ആ കാര്യങ്ങളൊക്കെ എഴുതുക. എൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റിയ ആഡ് ചെയ്ത് പോകേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ UAE അയക്കുമ്പോഴത്തേന് ഹീറ്റ് സ്ട്രെസ്, ഹീറ്റിനെ പറ്റി ഉള്ള അറിവ്. അപ്പം അതും കൂടി നിങ്ങളാണെന്നെങ്കിൽ ഇതിനകത്ത് മെൻഷൻ ചെയ്ത് പോവുക. ഓക്കെ, നിങ്ങൾക്ക് ഹീറ്റ് സ്ട്രെസ് എന്താണെന്ന് അറിയാം. ഓക്കെ, അവെയർ ഓഫ് ഹീറ്റ് സ്ട്രെസ് ആൻഡ് ഹൗ ടു മാനേജ് ദ ഹീറ്റ് സ്ട്രെസ് പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ഹൗ ടു മാനേജ് എ ഹൈപ്പോവോളിമിക് പേഷ്യൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മെൻഷൻ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം പോലെ നിങ്ങളുടെ എഡ്യൂക്കേഷനോ, ലൈസൻസ്, നിങ്ങളുടെ സർട്ടിഫിക്കേഷന്, നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽസ്, ലാംഗ്വേജ്, സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യും. പക്ഷേ CV എപ്പോഴും നിങ്ങളാണെങ്കിൽ 2 പേജിൽ CV നിർത്താൻ വേണ്ടി ശ്രമിക്കുക. ചുമ്മാ വലിച്ചു വാരിയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. കുറച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി കഴിയുമ്പോഴത്തേക്കും തന്നെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ അതിനകത്തുനിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ മെയിനേഴ്സ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ CV-നെ ആദ്യത്തെ ഒരു ഫസ്റ്റ് പേജ് നിങ്ങൾ മോഡിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഇതിന് കമൻറ്റ് ചെയ്യാം. ഇതല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ അവൈലബിൾ ആണ്.